ബി.ജെ.പി. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി, സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചത് എന്റെ തെറ്റ്. സന്ദീപ് വാര്യർ. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് മാറി. ഞാനിന്നിവിടെ കോൺഗ്രസിന്റെ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി കെ. സുരേന്ദ്രനും സംഘവുമാണ്. സന്ദീപിന്റെ വാക്കുകൾ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തർക്കമുണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അടുത്ത സൗഹൃദ ബന്ധം സൂക്ഷിച്ചിട്ടുള്ളയാളാണ് ഞാൻ. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ ഈ സൗഹൃദമുണ്ടായിരുന്നു. മാനവികമായും മനുഷ്യത്വപരമായും ചിന്തിക്കുക എന്നത് രാഷ്ട്രീയത്തിൽ ഏറെ പ്രധാനമാണ്. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് സ്നേഹവും കരുതലും താങ്ങലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അത്തരം കരുതൽ പ്രതീക്ഷിച്ചത് എന്റെ തെറ്റ്. പല ഘട്ടങ്ങളിലും ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ല. ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു ഞാൻ. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാനോ മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ. കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലമാണ് മാധ്യമ ചർച്ചകളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ, എനിക്കുള്ള ബന്ധങ്ങൾ, അതിലെവിടെയും മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാലുഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് തന്നെ നിർത്തുകയുണ്ടായി. കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ. സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പെറുന്നത്. വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ, സന്തോഷത്തിലാണ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയമാണ്. ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും DNA-യിലുള്ളതാണ്. അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. വേറെന്താ അല്ല, അത് അവരെല്ലാവരും, അദ്ദേഹം നല്ല വ്യക്തിയാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രി ശ്രീ AK ബാലൻ, മന്ത്രി ശ്രീ MB രാജേഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ശരിവയ്ക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുകയും ഞങ്ങളത് സർവാത്മന ഞങ്ങളതിനെ പിന്താങ്ങുകയും ചെയ്തു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ,
വെറുപ്പിന്റെ കടവിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് നമുക്ക് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞ ആള്. അത് തന്നെ ഞങ്ങളും പറയുന്നത്. പലപ്പോഴും തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആ പാർട്ടിയിൽ നിന്നപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് സന്ദീപ്. പാലക്കാട് ഒരു സാഹചര്യം വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾ അല്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞല്ലോ. ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ കൂടിയായിരുന്നു അദ്ദേഹം, അല്ലേ? അപ്പൊ ആ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത് എത്ര വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാഠിന്യമേറിയ വാക്കുകൾ തർക്കത്തിലും അല്ലാത്ത ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറയും. അത് എല്ലാവരും അങ്ങനെയല്ലേ പാർട്ടിക്ക് വേണ്ടി പോകണ. അങ്ങനെയാണെങ്കിൽ ഞാൻ പാലക്കാടത്തെ LDF സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊന്ന് ആവർത്തിച്ചൊന്ന് പറഞ്ഞേ. അല്ല, ഒന്ന് പറഞ്ഞേ. അതുപോലെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബിജെപിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ വരുമ്പോൾ അതൊരു തലക്കെട്ട് മാനേജ്മെന്റ് ആയിട്ടാണ് പലപ്പോഴും കണക്കാക്കിയിട്ടുള്ളത്. ഇതൊരു തലക്കെട്ട് മാനേജ്മെന്റ് മാത്രമാണോ? അതിന്റെ സന്ദീപിനൊപ്പം കുറച്ച് ആളുകൾ കൂടി പാർട്ടിയിലേക്ക് വരുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതൊരു തുടക്കമാണ്. BJPയിൽ നടക്കുന്നത് കലാപമാണ്. കാരണം കുറേ അഴിമതിക്കാരുടെ, കള്ളപ്പണക്കാരുടെ, ഹവാല ഇടപാടുകളുടെ എല്ലാവരുടെയും കൂടി ഒരു നേതൃത്വമാണ് കേരളത്തിലെ BJPയിലുള്ളത്. അദ്ദേഹം ഈ BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കേസുകളിൽ സഹായിച്ചപ്പോൾ പകരം കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിയാകേണ്ട BJP സംസ്ഥാന പ്രസിഡന്റ് സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ 12 മാസം കൊണ്ട് പ്രോസിക്യൂഷൻ കൊടുക്കേണ്ട കുറ്റപത്രം 17 മാസം കൊണ്ട് കൊടുത്ത് ഡിസ്ചാർജ് മേടിച്ചു, ഇല്ലേ? കോടതി എന്താ പറഞ്ഞത്? ഒരു ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും പ്രോസിക്യൂഷൻ കൊടുത്തില്ല.